ഹലോ. ഇപ്പം ഇന്ന് രാവിലെ തന്നെ അഡീനിയം പ്ലാന്റ്സ് ഒക്കെ എടുക്കാൻ വന്നായിരുന്നു. ഇവിടെ എന്നും മഴയാട്ടോ. അത് കാരണം ഈ മുട്ടൊക്കെ ഇതൊക്കെ നിറച്ചും ശരിക്കും പറഞ്ഞാൽ ഇലയില്ലാണ്ട് പൂവായി കിടക്കേണ്ട ടൈമാണ് ഇപ്പോൾ ഒക്കെ. എന്തായാലും സാരമില്ല, കുറേ പൂക്കളൊക്കെ ചീഞ്ഞൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇത് മദർ പ്ലാന്റ്സ് ആണ് കൊടുക്കാനുള്ളതെന്ന് ഇതിനു മുമ്പ് പറഞ്ഞതാണ്. പിന്നെ ഒരു 350 ഒക്കെ ആ ഒരു തരം പ്ലാന്റ്സുകളൊക്കെ ഉണ്ട്. പിന്നെ കുറേ പ്ലാന്റ്സ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതിൽ തന്നെ അതൊക്കെ നമുക്ക് പൂവിട്ടാൽ അറിയാം ഏതാ ചെടി എന്നുള്ള. മഴ കൊണ്ടിട്ട് അതിൻ്റെ നമ്പർ മാഞ്ഞു പോയല്ലോ. അപ്പം ഒരുപാട് വെറൈറ്റികളൊന്നുമില്ല. ഇവിടെ ഈ കാണിക്കുന്ന ഇതൊക്കെ തന്നെ ഉള്ളൂ. ഇനി ഗ്രാഫ്റ്റ് ചെയ്യാൻ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ അടുത്തൊരു സീസണൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെയും കുറേ വെറൈറ്റികളൊക്കെ ആകും. അന്നേരം ഞാൻ വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇപ്പം നിലവിൽ ഇവിടെ നേരത്തെ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ച ചെടികളൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ ചെടികളൊന്നും ഒരുപാട് എണ്ണം ഉണ്ടാവില്ല. 2 എണ്ണം 3 എണ്ണം ചിലപ്പോൾ 1 ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ അധികം ഫോട്ടോസൊക്കെ എടുക്കുന്നത് ഒന്നുകിൽ പൂവുള്ളത് അല്ലെങ്കിൽ മൊട്ടായി നിൽക്കുന്നത് അങ്ങനെയുള്ള ചെടികളാണ്. ആർക്കാണെങ്കിലും കിട്ടുമ്പോൾ ഒരു സന്തോഷമായിരിക്കുമല്ലോ, പൂവുള്ളതോ മൊട്ടുള്ളതൊക്കെ ആകുമ്പോൾ. അപ്പം അതിനു വേണ്ടിയാണ് ഞാൻ ഇവിടെ ഇനിയും കുറേ വിരിയാനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല നമ്പർ മാഞ്ഞു പോയതൊക്കെ. അപ്പം എല്ലാ ഐറ്റവും ഒരുപാടുണ്ടാവില്ല. ഇപ്പം ഇതൊക്കെ ഒരു സൈസ് തന്നെ ഉള്ളൂ ഈ കാണിക്കുന്നതൊക്കെ. അപ്പം ഞാനിങ്ങനെ വീഡിയോ ഇട്ട് കഴിയുമ്പോൾ തന്നെ ഒരുപാട് മെസ്സേജൊക്കെ ആൾക്കാർ അയക്കുന്നതാണ്. അപ്പം ഞാനിവിടെയുള്ള ചെടികളുടെ ഫോട്ടോസ് അയച്ചെടുക്കുമ്പം കുറേ പേര് അപ്പം തന്നെ നമുക്ക് ഓർഡർ തന്ന് അത് മാറ്റി വെക്കണം എന്ന് പറയും. അപ്പോൾ ഒരേ സമയമാണ് ഞാൻ എല്ലാവർക്കും ചെടികൾ അയച്ചു കൊടുക്കുക. വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഒരുപാട് നമുക്ക് വരുമല്ലോ ഓർഡറുകൾ. അപ്പം ആദ്യം ആരാണോ പൈസ തന്ന് ബുക്ക് ചെയ്യുന്ന അവർക്ക് ആ ചെടി പോയി പോവും. അപ്പം നിങ്ങൾ വിചാരിക്കും എന്താ ഉണ്ടെന്ന് പറഞ്ഞ് കാണിച്ചിട്ട് പിന്നെ അത് ഇല്ലല്ലോ എന്ന് പറയുന്നതെന്ന്. അതാണ് ഇതിൻ്റെ മെയിൻ കാരണം. അപ്പം ആർക്കും ചെടികൾ തരാതിരിക്കുന്നതല്ല. പിന്നെ ഇവിടെ ഗ്രാഫ്റ്റ് ചെയ്തത് 200, 250, 300 അങ്ങനെ റേറ്റിലാണ്. ഗ്രാഫ്റ്റ് ചെയ്യാത്തത് 150 മുതൽ ആണ്. വലിയ പ്ലാന്റൊക്കെ ആണെങ്കിൽ ഒരു 200 ഈ ഇതൊക്കെ 150 തന്നെയാണ്. പിന്നെ ഇത് തന്നെ ഇനി ചോദിച്ചാൽ ഉണ്ടാവുകയില്ല. പലതും പലതരം വലുപ്പത്തിലൊക്കെ ആയിരിക്കുമല്ലോ. ഇതിപ്പോൾ ചെറിയ കവറിലൊക്കെ ആയതുകൊണ്ട് ഇത് ശരിക്കും കുറച്ച് വലിയ കവറിലാണെങ്കിൽ ഇതിൻ്റെ കാഡക്സ് കുറച്ചുകൂടി വലിയതാവുമായിരുന്നു. അപ്പം ഇവിടെ കുറച്ചായിട്ട് ഇങ്ങനെ ഇനിയിപ്പോൾ ഇനി പുതിയ ചെടികൾ ഇനി ഗ്രാഫ്റ്റ് ചെയ്യാനുണ്ട് ഇഷ്ടം പോലെ. അപ്പം അടുത്തൊരു സീസണിലേക്ക് നമുക്ക് ഇഷ്ടം പോലെ വേറെയും വെറൈറ്റികളൊക്കെ കൊണ്ടുവരുന്നതായിരിക്കും. കുറേ പേർക്ക് വെറൈറ്റികളാണ് ആവശ്യം. ഇവിടെയുള്ള ചെടികളെക്കാളും കൂടുതൽ ചെടികളുള്ള ആൾക്കാരുണ്ട് കേട്ടോ. ഇത് അത്ര വലിയൊരു നഴ്സറി ഒന്നും അല്ല. അപ്പം ഇവിടെ ബാബുച്ചേട്ടന് ഒഴിവുള്ളപ്പോഴൊക്കെ ചെയ്യുന്നൊരു ഇതിനോടുള്ള ഇഷ്ടം കൊണ്ട് അങ്ങനെ ചെയ്യുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നോക്കിയാൽ ഇതിൻ്റെയൊക്കെ കാഡക്സ് ഇത് നല്ല ഇനിയിപ്പോൾ ഇതൊക്കെ വെക്കുമ്പോൾ ഇത് കുറച്ച് ഉയർത്തിയും വെക്കണം. അപ്പോൾ എപ്പോഴാണെങ്കിലും നമ്മൾ രണ്ടാമതൊന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഇത് പൊക്കി വെക്കണം കേട്ടോ. നമ്മൾ വേരിനൊക്കെ എന്തെങ്കിലും ചീച്ചിലുണ്ടെങ്കിൽ കട്ട് ചെയ്തോളൂ, അവിടെ സാഫ് തേച്ചോളൂ. ആരും വിഷമിക്കേണ്ട. ചീച്ചിലുള്ള ഭാഗം അപ്പം തന്നെ കട്ട് ചെയ്തോളാം. പിന്നെ അതുമാതിരി ചിലപ്പോൾ ഇതിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്തതിൻ്റെ സൈഡിൽ കൂടിയൊക്കെ ഗ്രാഫ്റ്റ് ഇല്ലാത്തതും വരും. അതും ഇതുപോലെ കട്ട് ചെയ്ത് സാഫ് തേച്ചാൽ മതി. പിന്നെ ചിലപ്പോഴൊക്കെ ഞാൻ അയച്ചു തരുമ്പം ചിലതിലൊക്കെ അറിയാണ്ട് കുടുങ്ങിപ്പോവലുണ്ട്, അങ്ങനെ സൈഡിൽ കൂടി ഗ്രാഫ്റ്റ് ഇല്ലാത്തതൊക്കെ. അപ്പോൾ അത് കാണാതെയൊക്കെ കിടക്കുന്നതായിരിക്കും. അപ്പം ഇവിടെ DTDC വഴിയും പ്രൊഫഷണൽ വഴിയാണ് അയക്കുന്നത്. ചിലർക്ക് സ്പീഡ് പോസ്റ്റ് വഴിയും അയച്ചു കൊടുക്കാറുണ്ട്. ഏതാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളത് വെച്ചാൽ അതിൽ അയക്കുന്നതായിരിക്കും. ഇനി കുറേ ചെടികൾ ഈ ഒരു സൈസിലുള്ള കുറച്ച് ചെടികളൂടി ഇനി നമുക്ക് കാണിച്ചു തരാനുണ്ട്. അത് ഞാൻ പറഞ്ഞില്ല, മഴയായിട്ട് അതിൻ്റെ നമ്പറൊക്കെ പോയതുകൊണ്ട് അതിൻ്റെ ഏതാണെന്നുള്ളത് ഇനി അറിയണമെങ്കിൽ അതൊക്കെ ഇനി പൂവിടണം. ഇത് മഴ ഇങ്ങനെ ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴത്തേക്ക് മറ്റേനൊക്കെ പോവായിരുന്നു. ഇത് മുകളിൽ ഷീറ്റിൻ്റെ അടിയിലായതുകൊണ്ടാണ് ഇതിനൊന്നും വേറെ വലിയ കുഴപ്പമില്ലാതെ പൂവൊക്കെ ആയി നിൽക്കുന്നത്. അല്ലേ, ഇതൊക്കെ ശരിക്കും ഇനി അടുത്ത വലിയ ചട്ടിയിലേക്ക് വെക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ നല്ല ഉഷാറായിട്ട് വളരുകയും ചെയ്യും. അപ്പം ഇന്ന് ഞാനിവിടെ ചെടി എടുക്കാൻ പോയപ്പം ഒരു ഓർഡർ കിട്ടിയായിരുന്നു. അന്നേരം തന്നെ ഞാൻ മെസ്സേജ് കണ്ടുകൊണ്ടാണ് അന്നേരം ഇവർക്ക് ഇത് എനിക്ക് എടുക്കാൻ കഴിഞ്ഞത്. വെള്ള കുറേ ഉണ്ടെന്ന്, കുറേ ഒന്നുമില്ല, കുറേ എണ്ണം പോയി. നല്ല വെള്ളയല്ല, വെള്ളയിൽ ലൈറ്റൊരു റോസ് ഉള്ളത്. അപ്പം ഇടയ്ക്ക് ഇങ്ങനെ ഇത് ഗ്രാഫ്റ്റ് ചെയ്യാത്ത പ്ലാന്റ് ആകുമ്പോൾ നമുക്ക് ഇത്
പൂവ് ഉണ്ടായാലേ കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ വെറും വെള്ളയാണോ എന്നുള്ളതും. അപ്പോൾ ഇതൊക്കെ അപ്പോൾ അവർക്ക് അന്നേരം തന്നെ അവർ 2 തരം വെള്ളയും ഓരോന്ന് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഈ ചെടി അവർക്കും കൂടി ഉള്ളതാണ്. ഇനിയിപ്പോൾ ഞാനൊരു ചെടി വേണ്ടവർ മെസ്സേജ് അയച്ചോളണ്ടി. അപ്പോൾ ഇപ്പം നിലവിൽ ഉള്ള ചെടികളുടെയൊക്കെ ഫോട്ടോസ് ഞാൻ അയച്ചു തരുന്നതായിരിക്കും. അപ്പം മറുപടി അന്നേരം തരാത്തത് ചിലപ്പോൾ ഞാൻ ചെറിയ പണിയിലൊക്കെ ആയതുകൊണ്ടാണ്. അതുപോലെ തന്നെ ആയിരിക്കും നിങ്ങളും അങ്ങോട്ട് ഞാൻ ഈ ഫോട്ടോസ് അയക്കുമ്പോൾ നിങ്ങൾക്ക് അന്നേരം എനിക്ക് ഓർഡർ തരാൻ പറ്റാത്തത്. പക്ഷേ എന്ത് ചെയ്യും, ആദ്യം കാണുന്ന ആരാണോ അവർ പൈസ അയച്ചു തരുമ്പോൾ ആ ചെടികൾ ഞാൻ മാറ്റി വെക്കുന്നതാണ്. അപ്പം ചിലതൊക്കെ ഇത് വേറെ ആൾക്കാരും ചോദിച്ചിരുന്നു. അപ്പം ഇതൊക്കെ ഒറ്റ ചെടിയുള്ളായിരുന്നു. അപ്പം ഇനിയും പറയുന്നു, വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. ഞാൻ ഇപ്പോൾ കുറേ നമ്മൾ ഈ വീഡിയോ ഇട്ട് കഴിയുമ്പോൾ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുമല്ലോ. അപ്പം എല്ലാവർക്കും ഒരുമിച്ചായിരിക്കും ഫോട്ടോസ് ഇട്ടെടുക്കുന്നത്. അപ്പം ആർക്കാണോ ആദ്യം കിട്ടുകയെന്ന് അറിയാൻ പറ്റില്ല. എന്തായാലും ആരും വിഷമിക്കേണ്ട, എന്തെങ്കിലും ചെടികളൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും വാങ്ങിക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബുഷി എന്ന് പറഞ്ഞാൽ മദർ പ്ലാന്റിനെയൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ വീഡിയോയിൽ കാണിച്ചായിരുന്നു. ഇതൊക്കെ ശരിക്കും കവറ് നമുക്ക് മാറ്റാനായ കവറാണ്. വലിയ വലിയ ചട്ടിയിലേക്കൊക്കെ മാറ്റി വെക്കുമ്പോൾ കാഡക്സും നല്ല വലുപ്പമായിക്കോളും. അപ്പം കിട്ടുന്നതിൽ ആദ്യം തന്നെ ഒന്ന് സാഫിലൊക്കെ മുക്കി വെച്ച് ഉണങ്ങിയതിന് ശേഷം വേണം കേട്ടോ നടാൻ. എപ്പോഴും ഞാൻ പറയുന്നതാണ്. ഇതിൻ്റെയൊക്കെ മണ്ണ് കൈകൊണ്ട് പോക്കാത്തത് ഒന്നൊരു കേട് പറ്റണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. കുറച്ച് ചെറിയ വേരൊക്കെ കട്ട് ചെയ്ത് പോക്കാം കേട്ടോ, പിന്നെ കട്ട് ചെയ്ത് പോക്കാൻ പറയുന്നില്ല. ഇതുണ്ട് ഇതിൻ്റെ കാഡക്സ് ഒരു പ്രത്യേക ഷേപ്പിലുള്ള, അതൊക്കെ നമുക്ക് എപ്പോഴും അങ്ങനെയൊന്നും വരില്ല. അപ്പം ഇതൊക്കെ കണ്ടാൽ തന്നെ അറിയാം, അതിൻ്റെ ഏകദേശം പ്രായമൊക്കെ മനസ്സിലാവുമല്ലോ. എന്തായാലും അടുത്തൊരു സീസണൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ ഒരു ചെടി ഉണ്ടല്ലോ, അത് കുറച്ചെണ്ണം ഒരുമിച്ചായിരുന്നു വെച്ചത്. അതുകൊണ്ട് ഇതിന് അധികം വളരാനുള്ളൊരു ഇടയില്ലാത്തതുകൊണ്ട് അതിൻ്റെയൊക്കെ കാഡക്സ് കുറച്ച് ചെറുതാണ്. അങ്ങനെ കുറച്ച് പ്ലാന്റ്സൊക്കെ നമ്മൾ ഒരുമിച്ച് അങ്ങനെ നട്ടതുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും നമ്മളെ അടീനിയം കുട്ടികളൊക്കെ കുളിപ്പിക്കുകയാണ് ഇപ്പോൾ. ഇനി എല്ലാവരെയും പാക്ക് ചെയ്യണം. ഇപ്പം ഞാനിവിടെ ഇവരെ വീട്ടിലുള്ളത്. ഇനി വീട്ടിൽ കൊണ്ടുപോയിട്ട് വേണം. ഇനി ആ സൈഡിൽ കൂടെ കണ്ടില്ല കുറച്ച് ചെടികൾ കാണുന്നുണ്ടോ അറിയില്ല. ഞാൻ വീഡിയോ എടുത്തപ്പോൾ അത് അത്ര പൊക്കി കാണിക്കാൻ മറന്നുപോയി. അപ്പോൾ അതൊക്കെയാണ് ഇനി അടുത്ത പൂക്കളൊക്കെ ഉണ്ടാവാനുള്ളത്. വെയിലാണെങ്കിൽ ഇപ്പോഴത്തെ പൂവായി പോയിരുന്നത്. ഇവിടുത്തെ മഴ കാരനാണ് അതിലൊന്നും പൂക്കളില്ലാത്തത്. അതൊക്കെ ഇതുപോലത്തെ കാഡക്സ് ഉള്ളതാട്ടോ, കുറച്ച് വണ്ണുള്ള സൈസ്. അത് വലിയ താമസമില്ലാണ്ട് അടുത്ത ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് അതിലൊക്കെ മിക്കവാറും പൂവുണ്ടാവും. മഴയായാൽ പെട്ടു. എന്തായാലും ഇതിനെയൊക്കെ വെള്ളം ഒന്ന് വലിയാൻ വേണ്ടിയിട്ട് എല്ലാത്തിനും ഇങ്ങനെ എടുത്തു വെച്ചതാണ്. അപ്പം ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ഞാൻ അന്നേരം ഇവിടെയുള്ള ചെടികളുടെയൊക്കെ ഫോട്ടോസ് അയച്ചു തരുന്നതായിരിക്കും. പൂവുള്ളതൊക്കെ അധികവും അതേ ചെടി തന്നെയാണ് അയച്ചു തരുന്നത്. അപ്പം ചുരുക്കം ചെടികൾക്കൊക്കെ നമ്പർ മാത്രമായിട്ട് ഉള്ളത് അയച്ചു തരുന്നുള്ളൂ. അപ്പം ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്കുക. വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കണം. അല്ലാത്ത മെസ്സേജൊക്കെ ഞാൻ എപ്പോഴെങ്കിലൊക്കെ കാണുള്ളൂ. യൂട്യൂബിൽ തന്നെ അവിടെ തന്നെ നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോഴേ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കേ ബൈ.